നീ തന്നെ വായിക്ക്. കഴിഞ്ഞോ? അതന്നെ എനിക്കും ചോദിക്കാനുള്ളത്. കഴിഞ്ഞ നിന്റെ മുടിഞ്ഞ തേങ്ങ. ഞാൻ എപ്പോൾ പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ അപ്പം തുടങ്ങുള്ളൂ തേങ്ങ. ഓ എന്റെ പൊന്ന് നന്ദേട്ടാ, ഇവിടെ കുറച്ച് പണിയുടെ ബാക്കിയുണ്ട്. എന്നെ ഒന്ന് സഹായിക്കാനോ കുട്ടീനൊന്ന് ഡ്രസ്സ് ഇടിപ്പിക്കാനോ എന്തിനെങ്കിലും നിങ്ങളെ കൊണ്ടാവുണ്ടോ? എന്നാലേ നിങ്ങൾ അങ്ങോട്ട് പോയിക്കേ, ഞാൻ ചായ എപ്പോൾ എടുത്തിട്ട് വരാം. അഞ്ജന ദാ വരുന്നു. ഒന്ന് വേഗം താ. അഞ്ജന എങ്ങനെ കഴിക്കുന്നു? കോരി അവിടെ. അയ്യോ നിനക്ക് എന്തത്ര മറവി? ഞാൻ മോനെ ബസ് കയറ്റട്ടെ. ആ വേഗം വാ മോനെ, വാ നടക്ക. ഇന്നും തന്നെ കൂട്ടാതെ പോയല്ലേ. താൻ ഇത്രയ്ക്ക് പാവരുത് കേട്ടോ. ഈ ആണുങ്ങൾക്ക് എന്തറിയാം, എപ്പോഴും കുറ്റം പറയലും അവരുടെ ചെയ്തികളൊക്കെ സഹിക്കേണ്ടതാണ് ഭാര്യ എന്നാണോ അവർ വിചാരിച്ചിരിക്കുന്നത്? എത്ര പറഞ്ഞാലും മനസ്സിലാവുന്നില്ല ചേച്ചി. പിന്നെ അറിയില്ലെങ്കിൽ നീ പറഞ്ഞു കൊടുക്കണം. ഇനി ഞാൻ എന്ത് പറഞ്ഞു കൊടുത്തിട്ടാണ് ചേച്ചി മനസ്സിലാക്കേണ്ടത്? അതാ പറഞ്ഞത്, നീ കുറച്ച് മാറണം. സ്നേഹത്തോടുള്ളൊരു ചിരി, സന്തോഷത്തോടുള്ളൊരു വാക്ക്, യന്ത്രം പോലുള്ളൊരു ജീവിതം. മോന്റെ കാര്യം പോലും ശ്രദ്ധിക്കുന്നില്ല. എല്ലാരും എങ്ങനെയാണോ ചേച്ചി? അവനത് തിരിച്ചറിഞ്ഞിട്ടില്ല, നീ അതറിയിക്കണം. അല്ലെങ്കിൽ തോൽക്കുന്നത് നീയായിരിക്കും, നിന്റെ ജീവിതമായിരിക്കും. ഞാൻ എന്താപ്പ ചെയ്യാ? ഇതെന്നൊരു പതിവാണല്ലോ. ഇതാ വരുന്നു. പെട്ടെന്ന് വാ. ഇതാ വരുന്നു. നീ എന്താ കളിക്കുന്നത് അഞ്ജന? ആ ദേ എത്തി. എവിടെ പോയി? ഉണ്ടായിരടാ, അവൾ ഒറ്റയ്ക്കല്ലേ ഇവിടെ എല്ലാം ദാ വന്നല്ലോ, ഐറ്റം എത്തിയല്ലോ. എടി, നിനക്കിവിടെയൊക്കെ ഗുഡ് സർട്ടിഫിക്കറ്റ് ആണല്ലോ. നീ ആയതുകൊണ്ടാണ് അത്രേ ഇതെല്ലാം ഇവിടെ സാധിക്കുന്നത്. ഇതെല്ലാം ഉപ്പ് കുറവാണല്ലോ. എന്തോ നാടി, അത് സാരമില്ല, നീ പൊക്കോ. ഉപ്പില്ലേ രാമേട്ടാ? ഞാൻ കുറച്ച് ഉപ്പ് ഇട്ടിട്ടുള്ളൂ. മതി മതി, താൻ പൊക്കോ. നന്ദേട്ടാ, സമയം എത്രയെന്ന വിചാരം? ഓഫീസിൽ പോണ്ടേ? സമയം 8 മണി. എന്തേ ഇന്ന് പൂജയില്ലേ? നേരത്തെ വിളിക്കണ്ടേ? നേരത്തെ വിളിച്ചില്ല എന്നാ വിചാരം? ഞാൻ വിളിച്ചിരുന്നു, ഓർമ്മ കാണില്ല. അത്രയ്ക്ക് വലിച്ചു കയറ്റിട്ടല്ലേ ഇവിടെ വന്ന് കിടന്നത്.
എത്ര നാളായി ഇത് തുടങ്ങിയിട്ട്? എല്ലാരും എന്നെ കുറ്റം പറയുന്നത്. മതി, നിർത്ത്. ഞാനായത് നിങ്ങളെ ഭാഗ്യം. ഇനിയെങ്കിലും ഈ വീട്ടിൽ വെച്ചിട്ടുള്ള സേവയൊന്ന് നിർത്തുവോ? പിന്നെ വളർന്നു വരുന്നൊരു മകനുണ്ട് നമുക്ക്, അത് ഓർമ്മ വേണം. കാലത്താണ് നിന്റെ ഒരു പ്രഭാഷണം. മതി, നിർത്ത്. ആ കുട്ടീനെയും കൊണ്ടൊന്ന് പുറത്തൊക്കെ പോയിക്കൂടെ നന്ദേട്ടാ? അതിനും മോഹം ഉണ്ടാവില്ലേ മറ്റു കുട്ടികളെ പോലെ? ആവശ്യമില്ലാതെ പണം ചെലവാക്കാനോ? നോ, അത് വേണ്ട. എന്നാ ഒരു പണിക്കാരത്തെ വെക്കോ, അലക്കാനും മറ്റും? ഞാനും നന്ദേട്ടനെ പോലെ ജോലിക്ക് പോകുന്ന ആളല്ലേ. നിങ്ങൾക്കും എന്നെ ഒന്ന് സഹായിക്കാൻ തോന്നുന്നില്ല. ഒരാളെ വെക്കാലോ, അധികം പണമൊന്നും വേണ്ടല്ലോ. വേണ്ട, അത് ശരിയാവില്ല. നിനക്ക് ചെയ്യാൻ പറ്റാത്ത എന്ത് പണിയാണ് അവിടെ ഉള്ളത്? അല്ലെങ്കിൽ തന്നെ ആവശ്യത്തിലധികം കടവും ആടവും ബാധ്യതകളും. കൂട്ടുകാരെ കൂട്ടി കള്ളു മൂന്നുന്നതിനൊന്നും ചെലവൊന്നും ഇല്ലല്ലോ. എന്ത് പറയാ. കാത്തിരിക്കുകയായിരുന്നു നിലാവുള്ള അർദ്ധരാത്രി. ആ മോനു, പപ്പ വന്നു. അയ്യോ, പപ്പ മറന്നുപോയടാ മോനെ. നാളെ അമ്മ വാങ്ങിച്ചേരേ. ഓക്കെ. ആ കുട്ടി അതിനുവേണ്ടി കാത്തിരിക്കായിരുന്നു ഇത്രയും നേരം. ഞാനത് സാരല്ല, നാളെ ഞാൻ വാങ്ങിച്ചു കൊടുത്തോളാം. നന്ദേട്ടൻ പോയി ഡ്രസ്സ് മാറ്റിയിട്ട് വാ, ഞാൻ ചായ എടുക്കാം. ഞാൻ പുറത്തുനിന്ന് കഴിച്ചിട്ടാ. ഓ, മോനത് വേഗം എഴുത്, അമ്മ ഇപ്പം വരാം. എഴുതി കഴിഞ്ഞോ മോനെ? എവിടെ വരെ എത്തി? കാത്തിരിക്കുകയായിരുന്നു നിലാവുള്ള അർദ്ധരാത്രി. ശരി, അടുത്ത നോക്ക്. മോനെ, പപ്പയോട് പറ നമുക്കൊന്ന് ഔട്ടിങ്ങിന് പോവാന്ന്. മോനൊന്ന് പറഞ്ഞു നോക്ക്. ഔട്ടിങ്ങിന് പോവാ. എന്റെ കൂട്ടുകാർക്ക് വെക്കേഷന് പോകുന്നുണ്ടല്ലോ. പറ, എന്നാ പോവാ? പ്ലീസ് പപ്പ, പ്ലീസ്. ആയിട്ടില്ല, പപ്പ പറയാ. 2 ദിവസം ലീവ് എടുക്കുന്ന നന്ദേട്ടാ, നമുക്ക് പുറത്തൊക്കെ ഒന്ന് പോവാം. എനിക്ക് എന്റെ വീട്ടിലൊന്ന് പോണമെന്നുണ്ട് നന്ദേട്ടാ. നീ എന്ത് കണ്ടിട്ടായി പറയണേ? വെറുതെ കാശ് കൊണ്ട് കളയാനായിട്ട്. നന്ദേട്ടൻ ചെലവാക്കണ്ട, എന്റെ കയ്യിൽ കാശുണ്ട്. ഓ, നിന്റെ കാശ്. മനസ്സിലായി. മോനെ, നമുക്ക് പിന്നീട് പോവാട്ടോ. നീ ഒന്ന് വേഗം റെഡിയാക്ക്. ആ, നന്ദേട്ടൻ മോനെന്ന് പഠിപ്പിക്ക്. ദാ, ഇത് പഠിപ്പിച്ചു കൊടുക്ക്. നീ തന്നെ അങ്ങ് പഠിപ്പിച്ചാ മതി. ഞാനോ? എന്നാ എന്നെ കിച്ചണിൽ വന്നൊന്ന് സഹായിക്ക്. ഇവനെ ഒന്നങ്ങ് കൊണ്ടുപോ, എനിക്ക് സഹിക്കാൻ വയ്യ. മോനെ, ഇങ്ങോട്ട് വന്നേ. നിങ്ങൾക്കൊന്നും തോന്നുന്നില്ലേ നന്ദേട്ടാ? എന്ത് തോന്നാൻ? ജീവിതമല്ലേ, ഇതൊക്കെ സാധാരണ. ഞാനിവിടെ എന്തൊക്കെ ചെയ്യണം? നിങ്ങൾ വല്ലാത്തൊരാളാണ് കേട്ടോ. ഇവിടെ മലമറിക്കുന്ന പണിയൊന്നുമില്ലല്ലോ. ഇതിനെക്കാട്ടിലും പണിയുള്ള വീടുകൾ വേറെ ഉണ്ട്. എന്ത് പറഞ്ഞിട്ട് എന്താ കാര്യം? എന്താ നന്ദാ കള്ളില്ലേ, കല്ലുമക്കായില്ലേ, കല്ലിന് കൂട്ടാൻ മീനില്ലേ, രാമട്ടൻ തന്നില്ലേ, ഉണ്ട കുപ്പി 2 എണ്ണം കൊണ്ടുവാ ബാലു നീ, കോട്ടിനുള്ളിൽ പൊത്തിക്കോ ആരും കാണണ്ട, ഉണ്ട കുപ്പി 2 എണ്ണം കൊണ്ടുവാ ബാലു നീ, കോട്ടിനുള്ളിൽ പൊത്തിക്കോ ആരും കാണണ്ട. എന്നും ഈ സന്തോഷം വേണം. മോനെ നന്ദാ, എങ്ങനെയാ നിന്നോട് നന്ദി പറയണ്ടേ?
ഈ സന്തോഷത്തിന്. നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു, നന്ദി ആരോട് ഞാൻ ചൊല്ലേണ്ടു. എനിക്ക് നിങ്ങളുടെ സ്നേഹം മതി. ആർക്കെന്തൊക്കെ വിഷമം വന്നാലും നമ്മളൊന്നാണ്. ഉണ്ടാവും, ഉണ്ടാവണം. ആർക്കും വേണ്ടാത്ത എന്നെ നിങ്ങൾ ചേർത്ത് പിടിക്കുന്നുണ്ട്. എവിടെയെങ്കിലും അനാഥനായി കിടക്കേണ്ടി വരില്ല എന്നുറപ്പെനിക്ക് ഇപ്പോഴുണ്ട്. എന്താ മറക്കാൻ കഴിയുന്നില്ലേ? അതൊന്നും ഓർക്കരുത് നന്ദ. ഏതോ ഒരു പായ്ക്കിനാവ്. മദ്യപിക്കുമ്പോഴാണല്ലോ ഓർമ്മകൾ ചേക്കേറുന്നത്. ഒരിക്കൽ നന്ദനാണ് ശരിയെന്ന് അവർക്ക് ബോധ്യപ്പെടും. അതുണ്ടാവും. എൻ്റെ കൂടപ്പിറപ്പോട് യുദ്ധം ചെയ്ത് തോറ്റവനാണ് ഞാൻ. തോറ്റു കൊടുത്തവൻ. എൻ്റെ അച്ഛനും അമ്മയ്ക്കും കൂടെ ഞാനൊരു ശത്രുവായി മാറി. ഞാൻ ഇഷ്ടപ്പെട്ട് വിവാഹം ചെയ്ത എൻ്റെ ഭാര്യയെ, എൻ്റെ അഞ്ജനെ ഒഴിവാക്കണം. കാരണം അവർ പാവങ്ങളാണ്, അവർക്ക് സാമ്പത്തികം കുറവാണ്, അവരുടെയൊക്കെ സ്റ്റാറ്റസിന് ചേരില്ല. സ്റ്റാറ്റസ് തയ്യാറല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്നെ പുറത്തു പോവാൻ. എൻ്റെ ഇഷ്ടപ്പെട്ടവളുടെ കൈപിടിച്ച് ഞാൻ പെരുവഴിയിലേക്ക് ഇറങ്ങി. ഈ കാണുന്ന സൗഭാഗ്യങ്ങളൊക്കെ ഞാൻ നേടിയെടുത്തു. എൻ്റെ മാത്രം കഴിവല്ല, എൻ്റെ ഭാര്യയുടെ കഴിവാണ്. പിന്നെ ഈ മദ്യത്തിലേക്ക് ഞാൻ ഇറങ്ങിയതിനുള്ള കാരണം എൻ്റെ വീട്ടുകാരോടുള്ള വെറുപ്പാണ്. എനിക്കിത് നിർത്തണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്. എന്നതാ നല്ലത്, നല്ല തീരുമാനം. ശരി. എനിക്കെൻ്റെ ഭാര്യയോ മകനെയോ സന്തോഷിപ്പിക്കാൻ കഴിയുന്നില്ല. എൻ്റെ അഞ്ജനയുടെ മുന്നിൽ ഞാൻ പഴയ ആളല്ല. നിന്റെ വീട്ടുകാരും വരാറില്ലേ? വല്ലപ്പോഴും ചേച്ചി. എല്ലാവർക്കും തിരക്കാണെന്നേ. കുറേയായി അവരെയൊക്കെ ഒന്ന് കാണാൻ പോണെന്ന് വിചാരിക്കുന്നു. പക്ഷെ കഴിയണ്ടേ? നീ എന്താ ആകെ വല്ലാതിരിക്കുന്നേ? നിനക്ക് വല്ല ഡോക്ടർമാരെ ആരെയും കാണിച്ചൂടെ? പുള്ളിയൊന്നും കാത്തു നിൽക്കണ്ട. കാണിക്കണം ചേച്ചി. ചേച്ചി, ഈ മദ്യപാനം നിർത്താൻ വല്ല വഴിയുണ്ടോ? അത് അവൻ തന്നെ വിചാരിക്കണം. പക്ഷേ ഇന്ന് അതിനുള്ള ട്രീറ്റ്മെന്റ് ഒക്കെ ഉണ്ട്. നീയൊന്ന് സംസാരിക്കേ. എന്തിനും ഏതിനും ദേഷ്യ ചേച്ചി. ഒന്നും പറയാൻ പറ്റുന്നില്ല. എന്നെ ഒന്നും മനസ്സിലാക്കുന്നില്ല. അതാ എന്റെ സങ്കടം. അത് ഓർക്കുമ്പോ ടെൻഷനാ ചേച്ചി. എന്നാ ചേച്ചി പൊക്കോ, ഞാൻ പോവാണ്. ശരി, കാണാം. ഓക്കെ. പപ്പ ഇതൊന്ന് ആട്ടിത്താ. നീ തന്നെ ആടുവനോ? നന്ദേട്ടാ, ചായ. ആ കണ്ണ, നിനക്ക് ചായ വേണോ? അമ്മേ ആയില്ല. അമ്മ ഇങ്ങോട്ടൊന്നു വാ, എനിക്കിതൊന്ന് ആട്ടിത്താ. ഇല്ല മോനു, പപ്പ വെറുതെ ഇല്ല ഇരിക്കുന്നെ. പപ്പയെ വിളിച്ചോ. അമ്മയ്ക്ക് അടുക്കളയിൽ ജോലിയുണ്ട്. എന്ത് പറഞ്ഞാലും നിനക്ക് ജോലി എന്നാണല്ലോ. ഇവിടെ എന്ത് ജോലിയുള്ളത് നിനക്ക്? ഒന്നുമില്ല നന്ദേട്ടാ, ചായ കുടിച്ചിട്ട് ഗ്ലാസ്സിങ് തന്നേക്ക്. പറ്റുമെങ്കിൽ ആ കുഞ്ഞിന്റെ കൂടെ കുറച്ച് സമയം കൂട്ടുകൂട്. കുട്ടികളാകുമ്പോൾ തനിയെ പഠിച്ച് വളർന്നോളൂ. വെള്ളമടിക്കാൻ നന്ദേട്ടന് കൂട്ടുകാരുടെ കൂടെ എത്ര സമയം വേണമെങ്കിലും ചെലവഴിക്കാം അല്ലേ? അതേടി, നമുക്കെന്തെങ്കിലും പറയാനും സഹായിക്കാനും കൂട്ടുകാരെ ഉണ്ടാവും. നല്ല കൂട്ടുകാരാണ് നമ്മുടെ ശക്തി. ഓ, ഒക്കെ ഒരിക്കൽ മനസ്സിലാവും നന്ദേട്ടാ നിങ്ങൾക്ക്. അപ്പം ഞാൻ മനസ്സിലാക്കിക്കോളാം. നന്ദേട്ടാ, എനിക്ക് തീരെ വയ്യ. ഒന്ന് ഡോക്ടറെ കാണാൻ പോവാ. എന്തിനാ വെറുതെ? തീരെ വയ്യഞ്ഞിട്ടാ നന്ദേട്ടാ. എന്താന്നറിയില്ല, വല്ലാത്ത ക്ഷീണം. ഒക്കെ നിന്റെ തോന്നല. വെറുതെ ഡോക്ടർക്ക് പൈസ കൊടുക്കാൻ വേണ്ടില്ല. നീ അകത്ത് പോയാൽ കറിയൊന്നും ശരിയാക്കും. അവന്മാരിപ്പോൾ വരും. എനിക്ക് തീരെ വയ്യാഞ്ഞിട്ടാ. നന്ദേട്ടൻ തന്നെ ശരിയാക്കിക്കോ, ഞാൻ ഹെൽപ്പ് ചെയ്യാം. ഞാനോ? അല്ലേ വേണ്ട, ഞങ്ങൾ പുറത്തുനിന്ന് കഴിക്കാം.
ഇന്ന് വേണ്ട നന്ദേട്ടാ. പ്ലീസ് ഒരു ദിവസമെങ്കിലും എന്റെയും മോന്റെയും കൂടെ ഒന്ന് സ്പെൻഡ് ചെയ്യ്. നീ വെറുപ്പിക്കല്ലേ, എനിക്ക് പറ്റില്ല. ഇത്രയും വിഷമമുണ്ടെങ്കിൽ പിന്നെ എന്തിനായിരുന്നു നമ്മൾ? ഞാനും മോനും നന്ദേട്ടനൊരു ഭാരമായി തോന്നുന്നുണ്ടോ? നീ ഒന്നും മിണ്ടാതിരി. ഹലോ. ആ, ഇന്ന് നമുക്ക് പുറത്താക്കാം. ആ, അതാകുമ്പോൾ ഒരു ചേഞ്ച് ആവുമല്ലോ. ആ, ഓക്കെ, ഞാനവിടെ എത്താം. ഓക്കെ. നന്ദേട്ടാ, വേണ്ട നന്ദേട്ടാ, ഇന്നൊരു ദിവസം. ഛേ.